ഹലോ ഫ്രണ്ട്സ്, സെൽഫ് പ്രിപ്പയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ സുസുക്കി max100, സാമുറായി, ഷോഗൻ തുടങ്ങിയ TVS സുസുക്കി വാഹനങ്ങൾക്ക് ഉപയോഗിക്കാൻ തരത്തിലുള്ള DC ടൈപ്പ് വയറിംഗ് കിറ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായി നമുക്ക് വയറിംഗ് കിറ്റിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും തുടങ്ങാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ടെയിൽ ലൈറ്റിൻ്റെ സോക്കറ്റ്. ഇതിൽ 3 വയറാണ് വരുന്നത്. ആദ്യമായി വരുന്ന വയറാണ് ബ്ലാക്കിൽ വൈറ്റ് കളറോടുകൂടി വരുന്ന വയർ. ഇത് കോമൺ ഗ്രൗണ്ടും അതുപോലെ തന്നെ ബ്രൗണിൽ വൈറ്റോടുകൂടി വരുന്ന വയർ ഹെഡ് ലൈറ്റ് സ്വിച്ചിൻ്റെ കണക്ഷനും അതുപോലെ തന്നെ വൈറ്റ് വയർ വരുന്നത് ബ്രേക്ക് ലൈറ്റ് സ്വിച്ചിൻ്റെ കണക്ഷനുമാണ്. അതിനോട് ചേർന്ന് തന്നെ വരുന്ന വയറാണ് 2 വയറാണ് ഇൻഡിക്കേറ്റേഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൽ ലൈറ്റ് ഗ്രീൻ എന്ന് പറയുന്നത് റൈറ്റ് ഇൻഡിക്കേറ്ററിനും വയലറ്റ് കളർ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിൻ്റെയും കണക്ഷനാണ്. ഇൻഡിക്കേറ്റർ ലൈറ്റിന് ആവശ്യമായ ഗ്രൗണ്ട് ബോഡിയിൽ നിന്നും എക്സ്ട്രാ വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ സ്വിച്ചസിൻ്റെ കണക്ഷൻസ് കഴിഞ്ഞാൽ അടുത്തതായി വരുന്ന 2 വയേഴ്സാണ് ബ്ലാക്കിൽ വൈറ്റും അതുപോലെ തന്നെ ബ്ലൂവിൽ വൈറ്റുമായി വരുന്നത്. ഇത് രണ്ടും നമ്പർ പ്ലേറ്റിലെ ലൈറ്റിങ്ങിന് ആവശ്യമായ ലൈറ്റിന് വേണ്ട കണക്ഷൻസാണ്. അടുത്തതായി കാണുന്ന വയറാണ് ഇൻഡിക്കേറ്റർ ഫ്ലാഷറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൽ 2 വയേഴ്സാണ് വരുന്നത്, ലൈറ്റ് ബ്ലൂ ആൻഡ് ഓറഞ്ച്. ഓറഞ്ച് എന്നുള്ളത് കീൽ സ്വിച്ചിൽ നിന്നും വരുന്ന പോസിറ്റീവ് സപ്ലൈയും അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഫ്ലാഷറിൽ നിന്ന് വരുന്ന സപ്ലൈ ആണ് ബ്ലൂ വയറിലൂടെ ഫ്രണ്ട് സൈഡിലെ സ്വിച്ചിലേക്ക് പോകുന്നത്. കാണുന്ന ഓറഞ്ച് വൈറ്റ് വയറാണ് ബ്രേക്ക് സ്വിച്ച്, റിയർ ബ്രേക്ക് സ്വിച്ചിനായിട്ട് ഉപയോഗിക്കുന്ന കണക്ഷൻസ്. തൊട്ട് പുറകിലായി തന്നെ ഫ്യൂസോട് കൂടിയ ഒരു റെഡ് വയറും ഫ്യൂസ് ഇല്ലാത്ത ഒരു റെഡ് വയറും കാണാം. ഫ്യൂസ് ഇല്ലാതെ വരുന്ന ഈ റെഡ് വയറാണ് ബാറ്ററിയിലേക്ക് DC സപ്ലൈ, അതായത് റെഗുലേറ്റർ റെക്ടിഫയറിൽ നിന്നും വരുന്ന DC സപ്ലൈ വരുന്ന വയറാണ് ഈ റെഡ് വയർ. അതുപോലെ തന്നെ ഫ്യൂസോട് കൂടിയ വയർ എന്ന് പറയുന്നത് ബാറ്ററിയിൽ നിന്നും കീ സെറ്റിലേക്ക് പോകുന്ന ഡയറക്റ്റ് സപ്ലൈ ആണ്. അപ്പോൾ ഈ 2 റെഡ് വയറും ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വയർ എന്ന് പറയുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ പ്യുവർ റെഡ് വയർ ഫ്യൂസ് ഇല്ലാത്ത റെഡ് വയറിലൂടെ റെഗുലേറ്റർ റെക്ടിഫയറിൽ നിന്നും ബാറ്ററി ചാർജ് കയറുകയും അതുപോലെ തന്നെ ഫ്യൂസോട് കൂടിയ വയർ എന്നുള്ളത് കീ സെറ്റിലേക്ക് കൊടുക്കുന്ന ഡയറക്റ്റ് കണക്ഷനും. റെഡ് വയറിൽ ഫ്യൂസ് വെച്ചിരിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ വന്ന് വയറിംഗ് കിറ്റ് നശിച്ചു പോകാതിരിക്കാനാണ് ഇവിടെ ഫ്യൂസ് വെച്ചിരിക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വരികയാണെങ്കിൽ ഫ്യൂസ് ബ്രേക്ക് ആവുകയും കീ സെറ്റിലേക്കുള്ള കണക്ഷൻ ബ്രേക്ക് ആവുകയും ചെയ്യുന്നതാണ്. ായി കാണുന്നതാണ് റെഗുലേറ്റർ റെക്ടിഫയറിൻ്റെ കണക്ടർ. ഇതിൽ വരുന്നത് 5 വയറുള്ള ടൈപ്പ് റെഗുലേറ്റർ റെക്ടിഫയർ ആണ്. എഞ്ചിനിൽ നിന്നുമുള്ള യെല്ലോ സോക്കറ്റിൽ നിന്നും വരുന്ന യെല്ലോ ആൻഡ് വൈറ്റ് വയർ എന്നുള്ളത് ഡയറക്റ്റ് വരുന്നത് റെഗുലേറ്റർ റെക്ടിഫയറിൻ്റെ കണക്ഷനിലാണ്. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് 12 വോൾട്ട് AC സപ്ലൈയെ റെഗുലേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിലൂടെ വീണ്ടും ഡയറക്റ്റ് പോകുന്നത് ലെഫ്റ്റ് ഹാൻഡ് സ്വിച്ചിലേക്കുള്ള കണക്ഷനിലേക്കാണ്. ഇവിടെ നിന്നും ബ്രൈറ്റ് സ്വിച്ചിൽ നിന്നും ഔട്ടായി വരുന്ന ഈ 3 വയേഴ്സാണ് പാർക്കിംഗ് അതുപോലെ തന്നെ ലോ ബ്രൈറ്റ് തുടങ്ങിയ 3 കണക്ഷൻസാണ് നമ്മൾ ഡയറക്റ്റ് ഇവിടെ നിന്നുമാണ് ഹെഡ്ലൈറ്റിൻ്റെ ബൾബിലേക്ക് കൊടുക്കുന്നത്. ഇതിൽ നിന്നും വരുന്ന സോക്കറ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൽ കാണുന്ന ബ്ലൂ വയർ എന്നുള്ളത് ന്യൂട്രൽ ഇൻഡിക്കേറ്ററിൽ നിന്നും വരുന്ന കണക്ഷനാണ്. അത് ഡയറക്റ്റ് പോകുന്നത് മീറ്ററിലേക്കുള്ള ലൈറ്റിലെ കണക്ഷനിലേക്കാണ്. തന്നെ റെഗുലേറ്റർ റെക്ടിഫയറിൻ്റെ സോക്കറ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ യെല്ലോ വയർ എന്നുള്ളത് 12 വോൾട്ട് ACയെ റെഗുലേറ്റ് ചെയ്ത് കൊടുക്കുന്നതും അതുപോലെ തന്നെ റെഡ് വയർ എന്നുള്ളത് റെഡ് ആൻഡ് വൈറ്റ് വയർ എന്നുള്ളത് എഞ്ചിനിൻ്റെ മെയിൻ കോയിലിൽ നിന്നും വരുന്ന കറണ്ടിനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം DC സപ്ലൈ ആയി ചാർജിങ്ങിന് കൊടുക്കുന്ന വയറാണ് ഈ കാണുന്നത്. തൊട്ട് തന്നെ വരുന്ന 2 വയറുള്ള സോക്കറ്റ് എന്നുള്ളത് CDI യൂണിറ്റിലേക്കുള്ള കണക്ഷനാണ്. അതിനോട് തന്നെ അടുത്തായി തന്നെ ഗ്രൗണ്ടും കാണാം. ഈ ഗ്രൗണ്ട് എന്നുള്ളത് കോയിലിൻ്റെയും ഗ്രൗണ്ടാണ്, അതായത് എല്ലാ ഗ്രൗണ്ട് വയറുകളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വയറുകളും ഒരേ ഒരു ഗ്രൗണ്ടാണ്. അതെല്ലാം കൂടി ബന്ധിപ്പിച്ചിരിക്കുന്നത് എഞ്ചിനിൻ്റെ മെയിൻ കോയിലിലെ ഗ്രൗണ്ടുമായിട്ടാണ്. നമ്മൾ ഏകദേശം
വയറിംഗ് കിറ്റിൻ്റെ സെൻറ്റർ ഭാഗത്തോളമുള്ള എല്ലാ കണക്റ്റേഴ്സിൻ്റെയും കണക്ഷൻസും വയേഴ്സും ഏതെല്ലാമാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അടുത്തതായി പോകുന്നത് വയറിംഗ് കിറ്റിൻ്റെ ഫ്രണ്ട് സൈഡിലെ കണക്ഷൻസിലേക്കാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഈ ഫ്യൂസിൽ നിന്നും വരുന്ന പോസിറ്റീവ് സപ്ലൈ, അതായത് ബാറ്ററിയിൽ നിന്നും വരുന്ന പോസിറ്റീവ് സപ്ലൈ പോകുന്ന ഈ വയർ, ഈ സോക്കറ്റാണ് കീ സ്വിച്ചിൻ്റെ സോക്കറ്റ്. ഇതിൽ നിന്നും കീ ഓണാക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന പോസിറ്റീവ് ബാറ്ററി കണക്ഷൻസ് ആണ് ഓറഞ്ച് വയർ എന്നുള്ളത്. ഇതിൽ കാണുന്ന ഓറഞ്ച് വയറുകളെല്ലാം തന്നെ ബാറ്ററിയിൽ നിന്നും കിട്ടുന്ന ഡയറക്റ്റ് പോസിറ്റീവ് കണക്ഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യമായി ഫ്രണ്ടിലെ സോക്കറ്റ് ശ്രദ്ധിക്കുക, 2 സോക്കറ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതാണ് ഓണിനായി വരുന്നത്. ഇതിൽ ഓറഞ്ച് എന്നുള്ളത് പോസിറ്റീവ് കണക്ഷനും ഗ്രീൻ എന്നുള്ളത് സ്വിച്ചിൽ നിന്നും വരുന്ന നെഗറ്റീവ് കണക്ഷനുമാണ്. അടുത്തതായി കാണുന്ന ലൈറ്റ് ഗ്രീൻ ആൻഡ് വയലറ്റ് കളർ എന്നുള്ളത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റേഴ്സിനെയും അതിനോട് തൊട്ട് തന്നെ കാണുന്ന വൈറ്റ് ആൻഡ് ഓറഞ്ച് വയർ എന്നുള്ളത് ഫ്രണ്ട് ബ്രേക്ക് സ്വിച്ചിലേക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള വയർ കോമൺ ഗ്രൗണ്ടുമാണ്. ഇത് ഹെഡ്ലൈറ്റ് സപ്ലൈകൾക്കും ഇൻഡിക്കേറ്ററിൻ്റെ സപ്ലൈകൾക്കുമായി ഉപയോഗിക്കുന്നതാണ്. അടുത്തതായി കാണുന്ന ബ്ലാക്കിൽ റെഡ് ലൈനോട് കൂടി വരുന്ന വയർ RPM മീറ്ററിൻ്റെയാണ്. ഈ വയർ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ വയർ കണക്ട് ചെയ്തിരിക്കുന്നത് CDI യൂണിറ്റിലേക്കാണ്. ഇതുമൂലം CDI യൂണിറ്റിൽ നിന്നും പോകുന്ന കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ അടുത്തായി പോകുന്നത് ഇഗ്നിഷൻ കോയിലിലേക്കും ഇഗ്നിഷൻ കോയിലിൽ നിന്നും ഡയറക്റ്റ് സ്പാർക്ക് പ്ലഗിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഇഗ്നിഷൻ കോയിലിൽ നിന്നുമുള്ള ഈ കണക്ഷനായ റെഡ് ആൻഡ് ബ്ലാക്ക് വയറാണ് RPM മീറ്ററിലേക്കുള്ള കണക്ഷൻസ്. അടുത്തതായി കാണുന്ന ഈ വൈറ്റ് സോക്കറ്റ് എന്നുള്ളത് ലെഫ്റ്റ് ഹാൻഡ് സ്വിച്ചിലേക്കുള്ള കണക്ഷനാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിൽ വരുന്നത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കണക്ഷൻസും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മ്, ബ്രൈറ്റ്, അതുപോലെ തന്നെ പാർക്കിംഗ് എന്നുള്ള കണക്ഷൻസാണ്. അടുത്തതായി കാണുന്ന ബ്ലൂ സോക്കറ്റ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഇത് വരുന്നത് മീറ്റർ സെറ്റിലേക്കുള്ള വയേഴ്സാണ്. ഇതിൽ ബ്ലൂ വയർ എന്നുള്ളത് ന്യൂട്രൽ സ്വിച്ചിൻ്റെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളത് കോമൺ ഗ്രൗണ്ടും വയലറ്റ് കളർ എന്നുള്ളത് റൈറ്റ് ഇൻഡിക്കേറ്റേഴ്സിനും വയലറ്റ് എന്നുള്ളത് ലെഫ്റ്റ് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ഗ്രീൻ എന്നുള്ളത് റൈറ്റ് ഇൻഡിക്കേറ്ററിൻ്റെയും ഓറഞ്ച് പോസിറ്റീവ് സപ്ലൈയുമാണ്. യെല്ലോ എന്നുള്ള വയർ ഹെഡ്ലൈറ്റ് സ്വിച്ചിനും സപ്ലൈയും ബ്ലൂ ആൻഡ് ലൈറ്റ് എന്നുള്ളത് നമ്പർ പ്ലേറ്റിലെ സ്വിച്ചിൻ്റെ കണക്ഷനുമാണ്. അടുത്തതായി കാണുന്നതാണ് കീ സെറ്റിൻ്റെ സ്വിച്ച്. ഇപ്പോൾ ഫ്രണ്ട്സ്, സുസുക്കി max100ൻ്റെ DC ടൈപ്പ് വയറിംഗ് കിറ്റ് എക്സ്പ്ലെയിൻ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാത്തവരാണെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.